പിന്നെ മദ്യത്തിന്റെ ലഹരിയുടെ ഒരു അരൂപിയുണ്ട്. സ്പിരിറ്റാ അതൊരു സ്പിരിറ്റാ. ലഹരിയുടെ ഒരു അരൂപി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ യുവജനങ്ങളെയൊക്കെ പിശാച് എങ്ങനെയാ പിടിച്ചോണ്ട് പോവുക? കുടിക്കടാ, മദ്യം, കഞ്ചാവ്, ലഹരി. തീരാണ് നമ്മുടെ മക്കളൊക്കെ, തീരാണ്. ഭർത്താക്കന്മാര്, കുടിയന്മാരായ ഭർത്താക്കന്മാര് മൂലം വേദനിക്കുന്ന എന്തോരം ഭാര്യമാരുണ്ട്. ഇടിമേടിച്ച് കിട്ടുന്ന, ചവിട്ട് കിട്ടുന്ന എന്തോരം ഭാര്യമാരുണ്ട്. ആ അരൂപിയാ അത്, മദ്യപാനത്തിന്റെ അരൂപിയാ. ഇവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവോ? അത് മനസ്സിലാവൂല്ല. കുടിയനെ ഇങ്ങനെ കുടിച്ച് അവസാനം കരള തീർന്ന് കുഴിയിലോട്ട് പോകുമ്പോഴായിരിക്കുള്ളൂ കർത്താവേ കുടുങ്ങിപ്പോയല്ലോ എന്നറിയുക. കുഴി കിടക്കുന്ന സമയത്ത് ഈ 38-ാം സങ്കീർത്തനം ആയിരിക്കും ഉള്ളിൽ വരിക. കഴിഞ്ഞ ദിവസം ഞാൻ സങ്കീർത്തനം വായിച്ചപ്പോൾ രോഗിയുടെ രോദനം, കുടി വന്ന് അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഈ സങ്കീർത്തനം വായിച്ചിട്ട് മരിച്ചാൽ മതി. സങ്കീർത്തനം ഇതാണ്: കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു നിറച്ചിരിക്കുന്നു, അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു.